2 ദിനവൃത്താന്തം അദ്ധ്യായം 18. ആഹാബ്. യഹോഷാഫാത്തിന് സമ്പത്തും പ്രശസ്തിയും വർദ്ധിച്ചു. അവൻ ആഹാബ് കുടുംബവുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം യഹോഷാഫാത്ത് സമരിയായിൽ ആഹാബിനെ സന്ദർശിച്ചു. ആഹാബ് അനേകം ആടുകളെയും കാളകളെയും കൊന്ന് അവനെയും കൂടെയുള്ളവരെയും സൽക്കരിച്ചു. അങ്ങനെ റാമോത്ത് ഗിലെയാദിനെതിരെ യുദ്ധം ചെയ്യുവാൻ തന്നോട് ചേരുന്നതിന് ആഹാബ് അവനെ പ്രേരിപ്പിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാബ് യൂദാ രാജാവായ യഹോഷാഫാത്തിനോട് ചോദിച്ചു, റാമോത്ത് ഗിലെയാദിലേക്ക് നീ എന്നോടുകൂടി വരുമോ? യഹോഷാഫാത്ത് മറുപടി പറഞ്ഞു, നീ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാർ. എൻ്റെ സൈന്യം നിന്റെ സൈന്യത്തെ പോലെ തന്നെ. ഞങ്ങൾ നിങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരാം. അവൻ തുടർന്നു, ആദ്യം കർത്താവിൻ്റെ ഹിതം ആരായാം. അപ്പോൾ ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി. അവർ 400 പേരുണ്ടായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, റാമോത്ത് ഗിലെയാദിനോട് യുദ്ധം ചെയ്യാൻ ഞാൻ പോകണമോ വേണ്ടയോ? അവർ പറഞ്ഞു, പോവുക, ദൈവം അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പോൾ യഹോഷാഫാത്ത് ചോദിച്ചു, കർത്താവിൻ്റെ ഇംഗിതം ആരായാൻ അവിടുത്തെ പ്രവാചകനായി മറ്റാരും ഇവിടെ ഇല്ലേ? ഇസ്രായേൽ രാജാവ് പറഞ്ഞു, കർത്താവിൻ്റെ ഹിതം ആരായാൻ ഒരാൾ കൂടി ഉണ്ട്, യിംലായുടെ മകൻ മിഖായ. എന്നാൽ എനിക്ക് അവനോട് വെറുപ്പാണ്. അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മ ഒരിക്കലും പ്രവചിക്കുകയില്ല. യഹോഷാഫാത്ത് പറഞ്ഞു, രാജാവ് അങ്ങനെ പറയരുതേ. ആഹാബ് ഒരു ഭൃത്യനെ വിളിച്ച് യിംലായുടെ മകൻ മിഖായയെ വേഗം കൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ഇസ്രായേൽ രാജാവും യൂദാ രാജാവായ യഹോഷാഫാത്തും രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സമരിയായുടെ കവാടത്തിനടുത്തുള്ള മെതിക്കളത്തിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടരായി. പ്രവാചകന്മാർ അവരുടെ മുൻപിൽ പ്രവചിച്ചു കൊണ്ടിരുന്നു. അവരിലൊരാൾ, കെനാനായുടെ മകൻ സെദേഖിയ, ഇരുമ്പ് കൊണ്ടുള്ള കൊമ്പുകൾ വെച്ച് ആഹാബിനോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ ഇതുകൊണ്ട് സിറിയക്കാരെ കുത്തി നശിപ്പിക്കും. എല്ലാ പ്രവാചകന്മാരും അത് ശരിവച്ച് പറഞ്ഞു, റാമോത്ത് ഗിലെയാദിനെതിരെ നീങ്ങുക, കർത്താവ് അത് രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. മിഖായയെ വിളിക്കാൻ ചെന്ന രാജസേവകൻ അവനോട് പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും ഏകസ്വരത്തിൽ രാജാവിനനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു. അങ്ങും അവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക. മിഖായ പറഞ്ഞു, കർത്താവാണ് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നതെന്തോ അത് ഞാൻ പറയും. അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, മിഖായ, ഞങ്ങൾ റാമോത്ത് ഗിലെയാദിനെതിരെ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ? മിഖായ പറഞ്ഞു, പോയി വിജയം വരിക്കുക, കർത്താവ് അവരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. രാജാവ് പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം? അപ്പോൾ മിഖായ പറഞ്ഞു, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു. ഇവർക്ക് നാഥനില്ല. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ഇവർ സ്വഭവനത്തിലേക്ക് സമാധാനത്തോടെ മടങ്ങട്ടെ. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഇവൻ എനിക്ക് തിന്മയല്ലാതെ ഒരിക്കലും നന്മ പ്രവചിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? മിഖായ പറഞ്ഞു, കർത്താവിൻ്റെ വചനം ശ്രവിക്കുക. കർത്താവ് തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ ഇടത്തും വലത്തും നിന്നിരിക്കുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ഇസ്രായേൽ രാജാവായ ആഹാബ് റാമോത്ത് ഗിലെയാദിൽ പോയി വധിക്കപ്പെടാൻ തക്കവണ്ണം ആര് അവനെ വശീകരിക്കും? ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി. ഒരാത്മാവ് മുൻപോട്ട് വന്ന് പറഞ്ഞു, ഞാൻ വശീകരിക്കാം. കർത്താവ് ചോദിച്ചു,
എങ്ങനെ? അവൻ പറഞ്ഞു, ഞാൻ പോയി അവൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരങ്ങളിൽ നുണയുടെ ആത്മാവായിരിക്കും. അവിടുന്ന് അരുളിച്ചെയ്തു, പോയി അവനെ വശീകരിക്കുക, നീ വിജയിക്കും. ഇതാ നിന്റെ ഈ പ്രവാചകന്മാരുടെ അധരങ്ങളിൽ കർത്താവ് വ്യാജത്തിൻ്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു. നിനക്ക് അനർത്ഥം വരുത്തുമെന്ന് കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നു. അപ്പോൾ കെനാനായുടെ മകൻ സെദേക്കിയ അടുത്തു ചെന്ന് മിഖായായുടെ ചെകിട്ടത്തടിച്ചുകൊണ്ട് ചോദിച്ചു, നിന്നോട് സംസാരിക്കാൻ കർത്താവിൻ്റെ ആത്മാവിനെ എന്നെ വിട്ട് ഏത് വഴിക്കാണ് നിന്റെ അടുത്തെത്തിയത്? അതിന് മിഖായ പറഞ്ഞു, ഒളിക്കാൻ ഉള്ളറയിൽ കടക്കുന്ന ദിവസം നീ അതറിയും. ഇസ്രായേൽ രാജാവ് കൽപ്പിച്ചു, മിഖായയെ പിടിച്ച് നഗരാധിപനായ ആമോൻ്റെയും രാജകുമാരനായ യോവാഷിൻ്റെയും മുൻപിൽ കൊണ്ടുചെന്ന് പറയുക, ഞാൻ സമാധാനത്തിൽ തിരിച്ചെത്തുന്നതുവരെ അല്പം മാത്രം അപ്പവും വെള്ളവും കൊടുത്ത് ഇവനെ കാരാഗൃഹത്തിൽ സൂക്ഷിക്കുക എന്ന് രാജാവ് ആജ്ഞാപിക്കുന്നു. മിഖായ പറഞ്ഞു, നീ സമാധാനത്തിൽ മടങ്ങിയെത്തുമെങ്കിൽ കർത്താവല്ല എന്നിലൂടെ സംസാരിച്ചത്. ഇത് ജനം മുഴുവൻ കേൾക്കട്ടെ. ഇസ്രായേൽ രാജാവും യൂദാ രാജാവുമായ യഹോഷാഫാത്തും റാമോത്ത് ഗിലെയാദിലേക്ക് പുറപ്പെട്ടു. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഞാൻ വേഷപ്രച്ഛന്നനായി യുദ്ധക്കളത്തിലേക്ക് പോകാം, നീ രാജകീയ വസ്ത്രം ധരിച്ചുകൊള്ളും. അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി അവർ യുദ്ധത്തിന് പോയി. ഇസ്രായേൽ രാജാവിനോടല്ലാതെ വലിയവനോ ചെറിയവനോ ആയ ആരോടും പടപൊരുതരുത് എന്ന് സിറിയ രാജാവ് തൻ്റെ രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു. യഹോഷാഫാത്തിനെ കണ്ടപ്പോൾ, ഇതാ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവർ അവനെ ആക്രമിച്ചു. അപ്പോൾ യഹോഷാഫാത്ത് നിലവിളിച്ചു, കർത്താവ് എന്നെ സഹായിച്ചു, അവരിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ രഥനായകന്മാർ അവനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നാൽ യദൃച്ഛയാ ഒരു ഭടൻ എയ്ത അമ്പ് ഇസ്രായേൽ രാജാവിൻ്റെ മാർച്ചട്ടയ്ക്കും കവചത്തിനും ഇടയിൽ തുളച്ചു കയറി. അവൻ സാരഥിയോട് പറഞ്ഞു, രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക, എനിക്ക് മുറിവേറ്റിരിക്കുന്നു. അന്ന് ഘോരയുദ്ധം നടന്നു. സന്ധ്യ വരെ ഇസ്രായേൽ രാജാവ് സിറിയക്കാർക്ക് അഭിമുഖമായി രഥത്തിൽ ചാരി നിന്നു. സൂര്യാസ്തമയത്തോടെ അവൻ മരിച്ചു. കർത്താവിൻ്റെ വചനം.